ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു. അപ്പം ജയറാം സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിയുമായിട്ട് നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് ജയറാം മൊഴി നൽകിയിട്ടുണ്ട്. അപ്പം കേസ് വേറൊരു രീതിയിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നു. അല്ലെങ്കിൽ കൂടുതൽ പേര് ഇതിനകത്ത് ഉൾപ്പെടാനുള്ള, കൂടുതൽ പേരും എന്തായാലും വരും, പക്ഷെ ഇത് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇത് തുടക്കം മുതൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. തുടക്കം മുതൽ തന്നെ ജയറാമിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ജയറാം ഈ പറയുന്ന പോലെ എൻ്റെ വീട്ടിലേക്ക് അയ്യപ്പൻ്റെ കട്ടളപ്പാളി വരുന്നു, വാതിലുകൾ വരുന്നു, അപ്പോൾ ഇതെല്ലാം വന്നിട്ട് അവിടെ കൊണ്ടുവച്ച് പൂജിക്കുക. അപ്പം അവിടെ എന്താണ് സാമ്പത്തിക ഇടപാട്? ഇതിൽ വലിയ സാമ്പത്തിക ഇടപാട്. ജയറാം പറഞ്ഞ ഞാൻ 1 രൂപ ദക്ഷിണയായിട്ട് എന്തോ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് വേറെ പൈസ ഇടപാടുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ശബരിമലയിൽ വാതിൽപ്പാളിയാണെന്നും കട്ടിളപ്പാളിയാണെന്നും അറിഞ്ഞുകൊണ്ട് ഈ ജയറാം എന്തിനാണ് ഇത് സമ്മതിച്ചു കൊടുത്തത്? അത് ജയറാം എന്നല്ല, ഇനിയും ദൈവം തമ്പുരാന്റെ ആണെന്ന് പറഞ്ഞാലും അവരുടെ ഒന്നും വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയിലെ സ്വർണ്ണപ്പാളി പൂജ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വിശ്വാസത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും അതൊരു നല്ല വിശ്വാസിക്ക് ചേരുന്നതുമല്ല. ജയറാം പറഞ്ഞു, ഞാൻ നല്ലൊരു അയ്യപ്പ വിശ്വാസിയാണ്, എല്ലാ വർഷവും ഞാൻ ശബരിമലയിൽ പോകാറുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. ഈ ജയറാം VIP ക്യൂവിലെല്ലാം നിന്ന് ശബരിമല മലയെ വിട്ടു. അത്ര വലിയ വിശ്വാസമാണെങ്കിൽ VIP ക്യൂ എടുക്കരുത്, അല്ലാതെ പോയി മലയെ വിട്ടണം. അപ്പോൾ അങ്ങനെ അത്ര വലിയ വിശ്വാസി എന്ന് പറയാനൊന്നും പറ്റില്ല. VIP ക്യൂ നിൽക്കിയ ഒരാളെ എനിക്ക് തോന്നുന്നില്ല ഇവർ ഇരുമുടിക്കെട്ടും കൊണ്ടാണ് കയറുന്നതെന്ന്. വേറെ ആരെങ്കിലും കൂടെ കാണും ഇരുമുടിക്കെട്ടി നമുക്ക്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവർ, ഈ പറയുന്ന ഈ വലിയ വിശ്വാസം പറയുന്ന ആൾക്കാർ. അങ്ങനെ വിശ്വാസം പറയുന്ന ആൾക്കാർ ശബരിമലയിൽ നിലക്കിയെടുത്ത ഈ സ്വർണ്ണപ്പാളി വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യാൻ എന്തിനാണ് അനുവാദം കൊടുത്തത്? ജയറാം എത്ര രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരമായി ജയറാമിനെ വീട്ടിലെത്താറുണ്ടായിരുന്നു. ജയറാം തന്നെ സമ്മതിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഒരു തവണ കൊണ്ടുവച്ചു. ആ കാര്യം എല്ലാ മാസവും ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി പൂജ നടത്താറൊന്നുമില്ല. ഇതുപോലെ നിരവധി താരങ്ങളുടെ, തമിഴ്നാട്ടിൽ നിന്നുള്ള, ആന്ധ്രയിൽ നിന്നുള്ള, കർണാടകയിൽ നിന്നുള്ള നിരവധി ഉള്ള ചലച്ചിത്ര താരങ്ങളുടെ വീടുകളിൽ ഇത് കൊണ്ടുവച്ച് പൂജ ചെയ്തതിന് തെളിവുകളുണ്ടെന്നേ. അപ്പൊ ജയറാമിന്റെ വീട്ടിലേക്ക് നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നുകൊണ്ടിരുന്നത് എന്തിനാണ്? അപ്പൊ ജയറാം സംശയത്തിന് നീളി വരും അല്ലേ? നിരന്തരം വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടായി, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വന്നു, ആ സ്വർണ്ണപ്പാളി കൊണ്ടുവച്ച് പൂജ ചെയ്യാനാണെങ്കിൽ ശരി, ഒരു തവണ വരാം. അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി ഇളകിയെടുക്കുന്ന 2-3 തവണയാണെങ്കിൽ വരാം. ഇത് അങ്ങനെയല്ലല്ലോ. നിരന്തരം സന്ദർശനം നടത്തിയിട്ടുള്ള ഒരാളാണ്. എന്തിന്? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പലയിടത്തുള്ള സന്ദർശനമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നമല്ലേ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയതും ഇപ്പൊ ജയറാമിന്റെ അടുത്തും ഇങ്ങനെ അടൂർ പ്രകാശിന്റെ അടുത്ത് പോയതും ഒക്കെ ഈ പറഞ്ഞത് ഇതൊക്കെ ഒരു മതി ഇല്ലേ മറയ്ക്കകത്ത് കിടക്കുവാണ്. ഇതൊന്നും മറ നീക്കി പുറത്ത് വന്നിട്ടില്ല. ഒന്നും കൃത്യമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്, ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജയറാമിന്റെ ഈ കാശുണ്ടായിട്ടല്ലേ സംഭവിച്ചത്. ഇനി ഈ കാശ് ജയറാം ഈ പറയുന്ന പോലെ സിനിമയൊന്നും ഇല്ലായിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നല്ല പഴയ കാലത്തൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച് കാശുണ്ടാക്കി വെച്ചിരുന്നത് ഇപ്പം മകൻ ആർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസയാണോ എന്തുവാ ഒന്നും അറിയില്ല. അതൊക്കെ പോയിക്കോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ മാത്രം സ്വകാര്യതയാണ്, അത് വിട്ടേക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് എന്താ ബന്ധം? അതാണ് ജനം അറിയേണ്ടതാണ്. ഇപ്പം പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടൂർ പ്രകാശ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം? അടൂർ പ്രകാശ് ഇതുവരെ വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് തന്നിട്ടില്ല. ആന്റോ ആന്റണി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്താണ് ബന്ധം? വ്യക്തമായ മറുപടിയില്ല. മറുപടി പറയുന്നുണ്ട്. ഈ പറയുന്ന മറുപടികളെല്ലാം വെറുതെ എങ്ങും തൊടാതെ പോകുന്ന മറുപടികളാണ്. അതായത് ഒരു അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഉത്തരങ്ങളല്ല പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പുള്ളി ഒരു ക്രൈം ചെയ്ത ഒരാളാണ്, പുള്ളി ഒരു കുറ്റവാളിയാണ്, അല്ലെ കുറ്റം ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ കുറ്റം ചെയ്ത ആളുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതെ, ഇതിനകത്ത് വരുന്ന ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പലരും പറഞ്ഞല്ലോ കള്ളനാണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പലരും അതിന്റെ ഒരു മറുപടി പറയുന്നുണ്ട്. ഇയാൾ കള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി വിൽക്കാൻ പോകുന്ന ഒരാളാണെന്നോ അറിഞ്ഞിട്ടല്ല ഞങ്ങളൊക്കെ പുള്ളിയായിട്ട് കൂട്ടുകൂടിയെന്ന്, ചങ്ങാത്തം കൂടിയെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറ്റവാളിയാണ് എന്ന് തിരിച്ചറിയപ്പെട്ടു. അതായത് പുള്ളി ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്, ഇത് നമ്മൾ പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഊരിക്കൊണ്ട് പോയിരിക്കുന്നത് ഇന്നോ ഒന്നിലോ തുടങ്ങിയല്ല. വർഷങ്ങൾ കൊണ്ട് പുള്ളി ഗൂഢാലോചന നടത്തി പദ്ധതി ഇട്ടതിന് ശേഷം ഇതെല്ലാം അവിടുന്ന് കടത്തിക്കൊണ്ട് പോയതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇയാൾ അവിടെ ശബരിമലയിൽ എത്തുന്ന കാലം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉള്ളിലുള്ള ക്രിമിനൽ വാസന ഉണർന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് വന്നു ചേരുന്നത് തന്നെ ഈ പറയുന്ന പാളി ഇളക്കിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയായിരിക്കും. അതിൽ സ്വർണം
ഈ ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടം കണ്ടിട്ട് തന്നെയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് വന്നത്, ഉണ്ണികൃഷ്ണൻ പറ്റിയെ കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവിടെ എന്താ പറയുക സ്പോൺസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നല്ലോ. സ്പോൺസേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന്, ബാക്കി വരുന്ന 20 ലക്ഷം രൂപ അവർക്കുമാണ്. അതിനകത്ത് തന്ത്രിക്ക് പങ്കുണ്ടാകാം, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ടാകും, ഇനി ദേവസ്വം ബോർഡിലെ മറ്റു ചില ഉദ്യോഗസ്ഥർക്കും അതിനകത്ത് പങ്കുണ്ടാകാം. അപ്പൊ ഈ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിരന്തര ക്രിമിനൽ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരുന്ന, ക്രിമിനൽ വാസന ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ജയറാം എങ്ങനെയാണ് ഇത്രയും ചങ്ങാത്തത്തിലായത്? ഇപ്പം വലിയ പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ നിരന്തരം പോകും. അപ്പം ജയറാമിനെ പോലെ ഒരു നടന്റെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തെ ഒരു വിസിറ്റോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു വിസിറ്റോ, അങ്ങനെ ഒരു വിസിറ്റ് ജയറാമിന്റെ വീട്ടിൽ നടത്താൻ പറ്റൂ ഒരാൾക്ക്? നിരന്തരം നല്ലൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് പറ്റില്ല. അത് എന്ത് വിശ്വാസം? ഇനിയിപ്പം ജയറാം ഇതിനകത്ത് പറഞ്ഞു കഴിയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ വിശ്വാസിയാണ്, അപ്പം ഞാൻ വിശ്വാസിയായിട്ട് ശബരിമലയിൽ നിന്ന് ആര് വന്നാലും ഞാൻ ക്ഷണിച്ച് സ്വീകരിച്ചിരുത്താൻ പതിവായിരിക്കും എന്നൊക്കെയായിരിക്കും ജയറാം പറയാൻ പോകുന്ന ചില ഉടക്ക് ന്യായങ്ങൾ. എന്നാൽ അതാണോ വാസ്തവം? അപ്പൊ എന്ത് ഇടപാടാണ് ഇവർ തമ്മിൽ നടന്നതെന്നാണ് അറിയേണ്ടത്. ഇപ്പൊ നമ്മളിപ്പം പലപ്പോഴുമായി നമ്മുടെ മുന്നിൽ കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ, ഇവരൊക്കെ സോണിയാഗാന്ധിയായിട്ട് എന്തിനു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതൊരു വലിയ പുകമറയാ. അതിന് നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടിയോ? നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ സോണിയാഗാന്ധി അതിനെ സംബന്ധിച്ച് ഉത്തരം പറയണമെന്നില്ല. ബാക്കി കൂട്ടത്തിൽ പോയവരുണ്ടല്ലോ, അവർ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? UDF നേതാക്കന്മാർ തന്നെയാണല്ലോ, UDF കൺവീനർ ആണല്ലോ പോയത്. എന്തുകൊണ്ട് ഉത്തരം പറയാത്തത്? ഉത്തരം ആവശ്യപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഉത്തരം പറയണം. പറയാതെ എവിടെ പോകാനാ? അപ്പോൾ എവിടെ ഇപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അന്വേഷണം പാതി വഴിയിൽ ഇങ്ങനെ ഒരു ഇഴഞ്ഞു നീങ്ങുന്ന പോലൊരു ഫീൽ ഉണ്ട്. പലരും സ്വാഭാവിക ജാമ്യത്തിലേക്ക് പുറത്തേക്ക് വരുന്നു. ഏതൊരു കുറ്റാന്വേഷണം നടന്നാലും അതുമായി ബന്ധപ്പെട്ട് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. ആ നിയമം കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പലർക്കും സ്വാഭാവിക ജാമ്യം കിട്ടി തുടങ്ങി. കാര്യം ഇവരേക്ക് 90 ദിവസമേ ഈ പറയുന്ന തടവിൽ പാർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇവർ പുറത്തേക്ക് വരണം. അതാണ് നിയമപരമായുള്ള രീതി. അതാ. അപ്പോൾ പലരും സ്വാഭാവിക ജാമ്യത്തോടുകൂടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ്, എവിടെയാണ് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്? SITയുടെ അന്വേഷണം അത്ര കൃത്യമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മലയാളിയുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളാണ്. തന്ത്രിയെ എന്തിനു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്നു? അപ്പൊ എന്താണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ പ്രതികൾ വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്ഥിരം പ്രതി നിൽക്കുന്നു, പുതിയ പ്രതികൾ ആഡോണാവുന്നു. ഇപ്പൊ പറഞ്ഞ ജയറാം പ്രതിയാണോ വരുന്നത്, സാക്ഷിയായിട്ടാണോ വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് അത് സംബന്ധിച്ച് വ്യക്തതയില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും അടൂർ പ്രകാശിന്റെ പേരും അടൂർ പ്രകാശിന്റെ ഡീറ്റെയിലും ഒക്കെ വളരെ ദിവസങ്ങളായിട്ട്, എനിക്ക് ഏകദേശം 1 മാസത്തോളമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക? എന്തുകൊണ്ടാണ് ആ അന്വേഷണം ഉണ്ണികൃഷ്ണൻ അടൂർ പ്രകാശിലേക്ക് എത്താത്തത്? അടൂർ പ്രകാശിനെ ഒരു ഘട്ടത്തിലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തിരുന്നോ? ഇല്ല. അതേസമയം ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പൊ 2-3 തവണ ചോദ്യം ചെയ്തു. വെറും ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ പേരിൽ. അതിൽ നിന്ന് എന്തെങ്കിലും കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസം റോജി എം ജോൺ ഒരു നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ്, ശബരിമലയിൽ എത്ര തവണ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ എത്ര തവണ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്? VN വാസവനോട് ചോദിച്ചു. 1 തവണ പോലും പങ്കെടുത്തിട്ടില്ല. VN വാസവൻ തുറന്നു പറഞ്ഞു, ഞാൻ എന്തിനു പങ്കെടുക്കണം? അത് ദേവസ്വം ബോർഡ് അംഗം, ഞാനൊരു ബോർഡ് അംഗമല്ല, ഞാൻ മന്ത്രി മാത്രമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ മന്ത്രി പങ്കെടുക്കേണ്ട ആവശ്യമില്ല. കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തിട്ടില്ല. അപ്പം പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ എത്ര തവണ ചോദ്യം ചെയ്തു? എന്തുകൊണ്ടാണ് 1 തവണ പോലും സോണിയാഗാന്ധിയെ പോയി കാണാൻ കൂട്ടുനിന്നത് ഈ പറയുന്ന ആൾക്കാരാണ്? എന്തുകൊണ്ടാണ് അടൂരിനെ ചോദ്യം ചെയ്യാത്തത്? ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ആന്റോ ആന്റണി ഇതുവരെ ചോദ്യം ചെയ്യൽ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോലും പോയിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കോൺഗ്രസ്സുകാരുടെ ആരോപണം അനുസരിച്ചിട്ടുള്ള പലരെയും ചോദ്യം ചെയ്തു. കോൺഗ്രസ്സുകാർ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഉയർത്തിയ മറ്റൊരു ആരോപണം, ഇവിടെ നിന്നുള്ള സ്വർണ്ണപ്പാളി വിദേശത്ത് കൊണ്ടുപോയി മറച്ചു വയ്ക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഉയർത്തി. അവർ വലിയ വ്യവസായി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വ്യവസായിയെ ചോദ്യം ചെയ്തു. അങ്ങനെ ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തി. എന്നിട്ട് അത് എവിടം വരെ എത്തി ആ കേസ്? ഡി മണി എവിടെയാണ്? ഡി മണി ആരാണ്? എന്താണ് ഡി മണി? എന്താണ് അവിടെ ചെയ്ത് കുറ്റം? സ്വർണ്ണപ്പാളി കടത്തിയതിൽ ഇയാൾക്ക് പങ്കുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? സ്വാഭാവികമായിട്ടും ഇല്ല. അപ്പം എവിടെയൊക്കെയോ ചില തിരിമറികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇടതുപക്ഷത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് കൃത്യമായി. പക്ഷേ UDFൽ നിന്നുള്ള പലരെയും ചോദ്യം ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട് SIT. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ? എന്തുകൊണ്ടാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വളരെ പകൽ പോലെ വ്യക്തമായ ഒരു തെളിവ് നിൽക്കുകയല്ലേ?
ഒരു ചിത്രം നിൽക്കുകയാണ്. അപ്പം അവിടെ കൊണ്ട് ഗിഫ്റ്റ് കൈമാറുന്നുണ്ട്. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മാനം നൽകുന്നുണ്ട്. ഈ സമ്മാന പൊതിക്കുള്ളിൽ എന്തായിരുന്നു? എന്തെങ്കിലും ചോദിച്ചോ? SIT ചോദിച്ചില്ല. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്വാഭാവിക ജാമ്യം നേടി ഇവരെല്ലാം പുറത്തേക്ക് വരുന്നതിന് കാരണം എന്താണ്? ഇതേ സംബന്ധിച്ചുള്ള സംശയം ഇപ്പം മലയാളികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് പിണറായി വിജയൻ ഇവരെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി, UDF വരെ സംരക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനകത്ത് ഇടപെട്ടു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന P. ശശി ഈ UDF വരെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് ഇതിനകത്ത് നടക്കുന്ന കള്ളക്കളികൾ? ഒടുവിൽ ജയറാം വരെ എത്തിയിരിക്കുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യട്ടെ. ജയറാം വ്യക്തമാക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ജയറാമെങ്കിലും പറയണം. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരം വീട്ടിൽ വരാനുള്ള കാരണം എന്താണ്? എത്ര തവണ ഈ സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്? ആ സ്വർണ്ണപ്പാളി അന്ന് നിങ്ങൾ കണ്ടപ്പോൾ അത് സ്വർണ്ണമാണെന്ന് തന്നെ നോക്കി ഒരുപാട് കാരണങ്ങൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. കാര്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും ഇതിൻ്റെ ഒരു സത്യസന്ധമായ വിവരം പുറത്തു വരേണ്ടതുണ്ട്. അത് വരാത്ത പക്ഷം ഇത് നാളെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായി മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF പലപ്പോഴും ഉയർത്തിക്കൊണ്ട് വരുന്ന സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ്, സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഈ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും അവർക്ക് UDFന് LDFനെ കരിവാരിത്തേക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി വീണ്ടും സ്വർണ്ണക്കൊള്ളയെ നിലനിർത്തിക്കൊണ്ട് പോകാനാണോ തീരുമാനം എന്നുള്ളതിനെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ഇപ്പം നിലവിലെ അന്വേഷണം ഈ തണുത്തു പോവുകയും പലരും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല പലപ്പോഴും വ്യക്തമാക്കിയ കാര്യമാണ്. തനിക്ക് ആഭ്യന്തര വകുപ്പിൽ പലരുമായും ഇപ്പോഴും അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എനിക്ക് പഴയ പോലെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ കാര്യം, അല്ലാതെ ഇത് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞല്ല, ചെന്നിത്തല തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചരണായുധമാക്കി മാറ്റാൻ UDFന്റെ ഭാഗത്ത് നിന്നൊരു മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മെല്ലെപ്പോക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.